ഹലോ ഗൈസ്, ഇത് എൻ്റെ ഏട്ടൻ്റെ വണ്ടിയാണ്. ഇത് നമ്മളങ്ങനെ ശരിയാക്കി സർവീസിന് വെക്കാൻ വേണ്ടി പോവാണ്. എന്താ സാധനം ഹെഡ്സെറ്റ് ഞാനൊരു മൈക്ക് വാങ്ങിയിരുന്നു. പക്ഷേങ്കിൽ ആ മൈക്ക് എൻ്റെ ഫോണിൽ വർക്ക് ആവുന്നില്ല. എന്ത് പള്ളി ഹെഡ്സെറ്റൊക്കെ കുത്തിയിട്ടാണ് പോണേ. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. എണ്ണ ഉണ്ടാക്കിയില്ല. ഇപ്പൊ പോകുന്നതെന്ന് വെച്ചാല് വണ്ടി ഒന്ന് സർവീസിന് നോക്കാം. ഈ വണ്ടി സർവീസിന് വെക്കാൻ വേണ്ടി പോവുക. അയ്യോ കുയിപ്പോയി. വലിയ വണ്ടി പോലെ കിടക്കണ സെറ്റ്. ഈ വണ്ടി ഒന്ന് സർവീസിന് വെക്കുക. എന്റെ തിരിച്ച് വീട്ടിലേക്ക് വരിക. ഇത് അങ്ങനത്തെ പരിപാടി. ഇതാണ് ഇന്നത്തെ പരിപാടി. ഈ വണ്ടി ഏട്ടൻ കൊണ്ടുപോയിട്ട് എൻ്റെ ബ്രദർ കൊണ്ടുപോയിട്ട് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയായിരുന്നു. എന്നിട്ട് ഏട്ടൻ 1 മാസം വരെ കോമയിലായിരുന്നു. അതിനുശേഷം ഇപ്പം റെഡിയായി. അതേ ടൈമ് ഏട്ടൻ കോമയില അതേ സമയത്ത് തന്നെ ഏട്ടൻ കോമയില്ലാതെ അതേ സമയം തന്നെ ഈ വണ്ടി പോലീസ് സ്റ്റേഷനിലായിരുന്നു. ഇതിന്റെ അവസ്ഥ ഞാൻ കാണിച്ചുതരാം. ഒരു 3 മാസം വരെ ഈ വണ്ടി 3-2 മാസം വരെ ഈ വണ്ടി ഇവിടെ പോലീസ് സ്റ്റേഷനിലായിരുന്നു. കാർഡൊക്കെ പിടിച്ചിട്ട് മൊത്തം ഇത് പിടിച്ചിട്ടൊക്കെയായിരുന്നു. ഫുൾ കാർഡ് വാങ്ങാൻ പിടിച്ചൊക്കെ. എന്നിട്ട് അപ്പൊ അതായത് ആക്സിഡന്റ് പറ്റി അതേ ഏട്ടൻ വർക്ക്ഷോപ്പിലായിരുന്നു. ആ ഏട്ടൻ തന്നെ വണ്ടി എടുത്ത് വണ്ടി ശരിയാക്കി. ഏകദേശം 1 വർഷം ഇത് 3 മാസം കാട്ടിൽ നിന്നേ 1 വർഷം വീട്ടിൽ നിന്നേ. എന്നിട്ട് ഇപ്പൊ ഇറങ്ങിയിട്ട് 2 മാസം ഇതിനെ പണിയെടുത്തിട്ട് ഒന്ന് സർവീസ് ഒന്നും ചെയ്തില്ല. കോഴിക്കോടൊക്കെ പോയിട്ട് ഇതിന്റെ പാർട്സ് ഇത് വീട്ടിലൊന്നും ഇല്ല. ഡെമ്മിക്ക് വീടൊന്നും കിട്ടിയില്ല. ഇതിന്റെ പാർട്സ് കോഴിക്കോട് പോയിട്ട് എറണാകുളത്തെ കൂട്ടുകാരൻ പോയിട്ട് കോഴിക്കോട് പോയിട്ട് ഇതിന്റെ പാർട്സ് എടുത്തോണ്ട് വന്ന്. എന്നിട്ട് ഇപ്പൊ സെറ്റായി. ഇപ്പൊ സർവീസിനൊക്കെ പക്ഷേ ഞാൻ ഇങ്ങനെയല്ല നീ പോകുന്നത് വെച്ചാല് ചെങ്ങാനെ വിളിക്കാൻ വേണ്ടി സർവീസിനൊക്കെ വേണ്ടിട്ട് ചെങ്ങാനെ വിളിക്കാൻ. ഇതൊരു ഇതിൽ ചെങ്ങാനെ കണ്ട് മരുവോർത്തു മരുവോർത്തു അറിയില്ലേ? ഷിറ്റ് വാ. അവനെയും കൂട്ടിട്ട് എന്റെ വണ്ടി എടുത്തിട്ട് ഈ സർവീസ് നോക്കണം. ഈ വണ്ടി സർവീസ് ഈ വണ്ടി സർവീസ് ക്ലച്ചും കീറൊന്നുമില്ല. ഇനി ഇതും കൊണ്ട് സർവീസിന് വെച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരണം. അതാണ് അടുത്ത പരിപാടി.
എന്താ നീ കിടന്ന് അടിക്കുന്നേ? ഈ സൗണ്ട് അടിക്കുന്ന സൗണ്ട് തോന്നുന്നുണ്ടാ? ഇല്ലേ? ആ സൗണ്ട് കേൾക്കുന്നുണ്ട് അറിയില്ല, എനിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്. കട 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 സൗണ്ട് ഇനി ക്ലച്ച് തുഞ്ചത്താണുള്ളേ, ക്ലച്ച് തുഞ്ചത്താണുള്ളേ. ഞാൻ വിചാരിച്ച ഗൈസ് ഇത് മറ്റേ എന്താ പറയാ, എന്റെ വണ്ടിനെക്കാട്ട് ഓടിക്കാൻ കുഴപ്പമില്ല, ഓടിക്കുന്നതിന് സീനില്ല. പക്ഷെങ്കില് എന്റെ പല സാധനം തുഞ്ചത്താണുള്ളേ. ബ്രേക്ക് ഇല്ല, ബ്രേക്ക് തുഞ്ചത്ത, ബ്രേക്ക് ഉണ്ട് അറിയില്ല, പിടിച്ചാ കിട്ടുന്നുണ്ട് കേട്ടോ. തുഞ്ചത്താണുള്ളേ. ചായേ നീന്തരാ, വീട്ടിൽ നിന്നും കഴിക്കൂലേ? വലിയ ഹെൽപ്പ് ചെയ്തതില്ലേ? വലിയ അവിടൊന്നുമില്ല. അവിടെ വീട് ഓണല്ല. പറഞ്ഞു അതിനകത്ത് വണ്ടിയുടെ ചാവിയുണ്ട്. അതാ വണ്ടി. ഹെൽമെറ്റ് വേണം, നെടുവല്ലൂരല്ലേ വന്ന്. അത് അതിൻ്റെ ഉള്ളൊരു ഹെൽമെറ്റ് ഉണ്ട്. എടുത്തിട്ട് വാടാ. സ്റ്റാർട്ടാവും. ഒറ്റ സെൽഫ് ഉണ്ട്. ആ ഹെൽമെറ്റ് തലയിൽ വെക്കാൻ വേണ്ടി തന്നേട്ടാ, ആ ഹെൽമെറ്റ് തലയിൽ വെക്കാൻ വേണ്ടി തന്നേ, അല്ലാതെ കയ്യിൽ വെക്കാനല്ല. അത് മൊത്തം പൊടി പറ്റിക്കൊണ്ടാക്കുന്നെ. ഇത് മഡിന്റെ അങ്ങനെ ഇരിക്കണേ. മഡല്ല, നമ്പർ പ്ലേറ്റ് ആണല്ലോ പ്രശ്നം. ഈ വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഞാൻ ആദ്യം ചോദിച്ച എന്റെ വണ്ടി മൊത്തം കിറ്റ് മൊത്തം അടിയായിരുന്നു. കിറ്റ് മാത്രമല്ല, കോൺസെപ്റ്റ് അടിയായിരുന്നു. ഇപ്പൊ കിറ്റും കോൺസെപ്റ്റ് ഏകദേശം മാറ്റി. പക്ഷെ എന്തെല്ലാം കോൺസെപ്റ്റ് ഇടക്ക് പൊട്ടുന്നുണ്ട്, ടൈറ്റ് ആക്കിയാൽ മതിയാന്ന് ആദ്യം പറയാം. അത് ഞാൻ വിചാരിച്ചു ആ വണ്ടി 150, ഇത് 55 അല്ലേ. എന്നാലും ഞാൻ വിചാരിച്ച് ഇതിനെക്കാട്ടും 5 ഒന്നും, പിന്നെ ഓടിക്കാൻ നല്ല സുഖമാണെന്ന് വിചാരിച്ചു. ഓടിക്കാൻ അതിനെക്കാട്ടി ഇത് സ്മൂത്ത് ആയല്ല, അതിനാവില്ല. പക്ഷെ മറ്റു ചില കാര്യങ്ങൾക്ക് അതന്നെയാണ് ബെറ്റർ. പക്ഷെ അത് നൈസായിട്ട് അതിനകത്തൊരു ടൈമിങ് ചേഞ്ച് അടി വരുന്നുണ്ടെന്ന് തോന്നുന്നു, നൈസായിട്ട്. ഇവിടെ മറ്റോ അടിക്കുന്നുണ്ട്. ബ്രേക്ക് പിടിച്ചിട്ട് വണ്ടി ബാക്ക് നിറക്കാൻ മതി, നടന്നില്ല എന്നല്ല, നിറങ്ങുന്നില്ല. ഇല്ല, ഇപ്പൊ ഇത് ഓടിക്കുന്ന കുറച്ചൊന്നും മനസ്സിലായി. ഇത് ഗീറ്, അതായത് സാധാരണ ഒരു സംഗതി അനുസരിച്ചാ
സാധാരണ ഏതൊരു വണ്ടിന്റെ ഗിയർ എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി. ഇത് അങ്ങനെയല്ല. ഇത് ഗിയർ ഇടുമ്പോ ഇണക്കി ഇടുമ്പോ ട്രിപ്പ് ചവിട്ടാൻ പറ്റുന്നില്ല. അതായത് കാല് പൊക്കുക, കാലിന്റെ വിരലിന്റെ ഏരിയ ഒന്ന് പൊക്കുക, അന്നേരം നമ്മളെ കാലിന്റെ അടി ഒട്ടിക്കാറ് തോന്നും ഗിയർ ഇടണമെങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ. അത് എന്തിന്റെ പ്രശ്നമൊന്നുമില്ല. അതെ, ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എനിക്കിത് ഇപ്പൊ മാറ്റുന്നതിൽ കഴിയുന്നില്ല. ബട്ട് അതിനകത്ത് എന്നും പണിയാണ്. സ്പീഡ് ഒന്ന് കാണിച്ചത്. ബട്ട് ഇതിനകത്ത് ഞാൻ എന്തായാലും മാക്സിമം കയറിയായിരുന്നു. ഇതിനകത്ത് ഞാൻ എന്തായാലും മാക്സിമം കയറി. എന്താ ഈ കാണുന്ന ഞാൻ പഠിച്ച സ്കൂളിൽ അപ്പൊ സ്കൂള് അവിടെ ഒരു ടീച്ചർ ഇപ്പൊ കാണിച്ച വീട് ഒരു ടീച്ചർ വീടാണ്. എന്റെ ഹൈസ്കൂളിൽ പഠിച്ചൊരു ടീച്ചർ വീടാണ്. is a operation. ഇതെങ്ങനെ എന്റെ മോനെ ഏതാ ജീപ്പ്? സെറ്റ് തന്നെ ജീപ്പ് കാണുന്നില്ല ഞങ്ങള്. എന്റെ ജീപ്പ് എന്റെ മോനെ സെറ്റ് സാധനം. ഇതാ സർവീസ് തന്നെ. വാട്ടർ സർവീസ്, ഓയിൽ സർവീസ്, എന്ത് സർവീസ്? സർവീസാണ്. സർവീസ്. ഒരു വണ്ടി എത്രയാ സർവീസിന് എടുക്കുക? 200. 200. എപ്പോ കിട്ടുമത്? ഈ വണ്ടി കഴിഞ്ഞിട്ടാ? നമ്പർ കിട്ടും ഇവിടെ നിക്കണ്ടല്ലോ, വിളിച്ച. എന്റെ ഫോൺ എടുത്തേ, ഒരു നമ്പർ എഴുതി തരുമോ? ഓക്കെ. ഉച്ചക്ക് മുമ്പായിട്ട് കിട്ടുമായിരിക്കൂലേ? ഉച്ചക്ക് മുമ്പായിട്ട് കിട്ടുമായിരിക്കൂലേ? എന്റെ വണ്ടിയിൽ എന്റെ ബാബേ പറഞ്ഞിട്ടേ കയറാൻ. ഉച്ചക്കച്ചക്കാണ് ഇതിനകത്തുള്ള ഈ വണ്ടി ഞാൻ ആദ്യം ഒരു വട്ടം വീഡിയോ ഇട്ടപ്പോ ഭയങ്കരമായിട്ട് നോയ്സ് അടിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട്. അതായത് ഈ വണ്ടിന്റെ സൗണ്ട് കരകരായിക്കോട്ടു സംഭവം. ഇങ്ങനെയായിരുന്നല്ലേ? ഓഹോ മതി. ഞാൻ പഠിച്ച സ്കൂള് മാമിൽസ്. എന്താ WB ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ രണ്ടു പേര് പറഞ്ഞേ. വെസ്റ്റ് ബംഗാൾ. ഞാൻ കണ്ടു. അതല്ല അവരെ വണ്ടി അങ്ങനെ കണ്ടില്ലല്ലോ. ഇതല്ലേ കാട് പറഞ്ഞിരുന്നത്?
നേരത്തെ ഇവിടെ വന്നേ? അവനൊരു പോയിട്ട് അങ്ങനെ അവനെത്ര പ്രായമായി? ഈ വർഷം വരെയാവും. ഓഹോ, എന്നിട്ട് ആർക്കും ഒന്നും ആയില്ല അല്ലേ? എല്ലാരും ചുറ്റി. ഈ വർഷം 18. ലൈസൻസ് എടുക്കുന്നുണ്ടാ? എനിക്ക് എന്റെ ഞാൻ 21 മാറിപ്പോ 20 വയസ്സിലായിട്ട് ഞാൻ ലൈസൻസ് എടുത്തത്. ലൈസൻസ് 2 വർഷം അങ്ങനെ എടുക്കുമ്പോ കാറും ബൈക്കും ഒന്നിച്ച് എടുത്ത പോലെ അതായിരിക്കും പിന്നും ബെറ്റർ. അങ്ങനെ എടുക്കുന്നേ? എന്നിട്ട് കാർ ഇങ്ങനെ ആയിരുന്നു ഓടിക്കുക? നിനക്ക് കാർ ഓടിക്കാൻ അറിയോ? നീ ഇപ്പൊ കാർ ഓടിക്കാൻ ഓടിച്ചത്? അറിയില്ല. അത് അച്ഛന്റെ വണ്ടി എനിക്ക് അറിയില്ല. എനിക്കൊരു കാര്യം അറിയോ? നമ്മൾ ഡ്രൈവിങ് ചെയ്യാൻ പോയപ്പില്ലേ ഒരു ചെങ്ങായി, ട്രയൽ എടുക്കാൻ പോയപ്പില്ലേ ഒരു ചെങ്ങായി ഭയങ്കര കോൺഫിഡൻസ്, ഭയങ്കര ജയിക്കുന്നുണ്ട്. അത് ഫോറിന്റെ ഭയങ്കര ജയിക്കുന്നു, ഭയങ്കര കോൺഫിഡൻസ്. എനിക്ക് ഓവർ കോൺഫിഡൻസ് ആണെന്ന് തോന്നി. ട്രയൽ എടുക്കാൻ പോയിരുന്നു, ടെസ്റ്റ് എടുക്കാൻ പോയത് രണ്ടിടത്തും ഞാൻ ഉണ്ടായിരുന്നു. ട്രയൽ സിമ്പിളായി എടുത്തു, ടെസ്റ്റ് തെറ്റി പേടിച്ചിട്ട് ആൾക്കാർ കൊണ്ട് മറ്റുള്ളവരെ പെണ്ണുങ്ങളെല്ലാം കൊണ്ട് ഇരിക്കുന്നുണ്ടല്ലോ, അങ്ങനെ പേടിച്ചിട്ട് എന്നിട്ട് വേറെ ചെക്കൻ അത് കണ്ടിട്ട് ടെസ്റ്റ് പോലും എടുത്തിട്ടില്ല. അവനെ കാണുന്നില്ലെന്ന് പറഞ്ഞു. അതായത് ടെസ്റ്റ് എടുക്കുന്നവരില് അവനെ വിളിച്ച് അവനെ കാണുന്നില്ല അവിടെ. ലാസ്റ്റ് ഞാനൊരു പെണ്ണും പുറത്തിറങ്ങുമ്പോണ്ട് സൈഡിൽ നിന്ന് ഭ്രാന്ത് പിടിച്ചാ എടുക്കുന്നത്. സംഭവം വെച്ചാല് എന്റെ സംഗതി കയറിയിട്ട് പേടിച്ച് എല്ലാരും കണ്ട് പേടിച്ചിട്ട് ട്രയൽ എടുക്കുന്ന അടുത്ത മറ്റേ സാറ് മൊത്തം ഇതായിരുന്നു, ടറായിരുന്നു. എന്നൊക്കെ ഓടിച്ചിന്. ഞാൻ ട്രയൽ എടുക്കുന്ന അവിടെ പൊട്ടി ടെസ്റ്റ് എടുക്കുമ്പോ സിമ്പിൾ ആയി എടുത്ത് പോരെ. ഇനി രണ്ടാമതും വരാട്ടാ. അത് അതുകൊണ്ട് വെച്ചെടുത്ത് നിനക്ക് ആവശ്യം വരൂടാ. നേരം അതായി. ഇനി അടുത്തത് വണ്ടി എടുക്കാൻ പോണം. ഞാൻ അത് ഈ ആംഗിളിലായിരുന്നില്ല ക്യാമറ വെച്ചിരുന്നത്, അതാണ് വേറൊരു കോമഡി. ഞാൻ ആദ്യം മറ്റേ ഫോണിൽ സ്ട്രൈറ്റ് വെക്കൂലേ അതുപോലെയായിരുന്നു ഫോൺ വെച്ചിരുന്നത്. പിന്നെ ഞാൻ ആദ്യം ഒരു മൈക്ക് വാങ്ങിയായിരുന്നു. ആ മൈക്ക് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല, അതായത് അത് സി ടൈപ്പാ. നേരം മറ്റേ സാധാ നോർമൽ ഹെഡ്സെറ്റിന്റെ മറ്റേ കുത്തുന്ന സാധനം, ആ കുത്തുന്ന സാധനം ഇല്ലേ അതായിരുന്നു അതിനകത്ത് വന്നിരുന്നത്. എന്നിട്ട് ഞാൻ സി ടൈപ്പിന്റെ മറ്റേ ഒരു പിന്ന് വാങ്ങിയിട്ട് കണക്ട് ചെയ്തു, പക്ഷെ കണക്ട് ആവുന്നില്ല. എന്നിട്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി, കണക്ട് ആവത്തില്ല. എന്ത് സംഭവം അറിയാത്തോണ്ട് ഒരു കണക്ട് നോക്കി. നേരം നോക്കുമ്പോണ്ട് അവര് പറയുന്നത് ഈ സാധനം കേട്ടെങ്കിൽ എക്സ്ട്രാ ഒരു ആപ്പ് കേട്ടോ. എന്നിട്ട് ഞാൻ ചെങ്ങായിന്റെ ഫോണിൽ കുത്തി വെക്കി. അതായത് ആ കുത്തുന്ന സാധനമില്ല, ആ തോട്ടയുള്ള എന്താ പറയാ ആ പിന്നുള്ള ഇതുള്ള വല്ല ഫോണും കുത്തിയാൽ അവർക്കെല്ലാം സെറ്റ് ആവുന്നുണ്ട്, പക്ഷെ എന്റെ സെറ്റ് ആവുന്നില്ല. ലാസ്റ്റ് നോക്കുമ്പോ വേറെ ഒരു ക്യാമറ എന്തോ ഒരു പേരിന്റെ ഒരു ക്യാമറയുടെ ആപ്പായിട്ട് വന്ന്. എന്നിട്ട് ഞാൻ ആ ക്യാമറയുടെ ആപ്പ് കയറ്റിയപ്പോൾ ഓട്ടോമാറ്റിക്കലുള്ള ക്യാമറ ഇതാവുന്നു, റണ്ണിങ് എല്ലാം പോകുന്നു. ഞാൻ കുത്തുമ്പോ റണ്ണിങ് ആവും, എടുക്കുമ്പോ റൺ ഔട്ട് ആവും. എന്നിട്ട് ഞാൻ ചോദിച്ചത് ഓട്ടോമാറ്റിക് ആണെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ കുത്തി വെച്ചുകൊണ്ട് 0 സെക്കൻഡിലൊക്കെ വീഡിയോ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് 0 സെക്കൻഡിൽ റെക്കോർഡ് ആവും, പിന്നെ ഓഫ് ആവും, റെക്കോർഡ് ആവും, ഓഫ് ആവും, റെക്കോർഡ് ആവും, ഓഫ്. ഇത് തന്നെ പരിപാടി. ലാസ്റ്റ് എനിക്ക് പിരാന്ത് പിടിച്ചിട്ട് കളഞ്ഞ്. ഇനി ഒന്നും കൂടി വാങ്ങണം. ഇത് മീഷോ എന്ന് വാങ്ങിയിട്ട് തേഞ്ഞിരിക്കുക. സംഗതി മീഷോ എന്ന് വാങ്ങിയാൽ നോക്കാണ്ട് വാങ്ങിയതാ വില, അതായത് വില കുറച്ച് ഉള്ളത് കണ്ടിട്ട് വാങ്ങിയതാ. പക്ഷെങ്കില് തേഞ്ഞു പോയി. ഒരിക്കലും നേരം എനിക്ക് മനസ്സിലായി, ഒരിക്കലും വില കുറവുള്ള സാധനം ഒരിക്കലും വാങ്ങാൻ. വില കുറവാന്ന് വിചാരിച്ചാൽ ഒരിക്കലും വാങ്ങാൻ. കാരണം വില കുറവുള്ളതിന് ക്വാളിറ്റി ഉണ്ടാവില്ല, ക്വാളിറ്റി ഉള്ളതിന് വില കുറവായിരിക്കും, ക്വാളിറ്റി ഇല്ലതിന് വില കൂടുതലായിരിക്കും. അതെ നമ്മളെ എന്നാണ് മറ്റേ ഫുഡ് ചാനൽ ഉണ്ടല്ലോ, മറ്റേ ആൾക്കാർ പേര് എനിക്ക് മറന്നുപോയി, ആൾക്ക് കുറഞ്ഞ ഇത് പവർ ഓടുക വണ്ടിക്ക് പവർ കൂടുതലായിരിക്കും, പവർ കുറഞ്ഞ വണ്ടിക്ക് പവർ കുറവായിരിക്കും. അതായത് നമുക്ക് അടുത്ത് ഇതിനകത്ത് കാണാം. അതായത് വണ്ടി സർവീസിന് എടുക്കുന്നല്ലേ,
ഇത് എടുക്കുമ്പോ ഇന്നത്തെ കാണാം. എന്റെ പൊന്നോ. ഹലോ ഗൈസ്, അങ്ങനെ വണ്ടി കിട്ടിയിട്ടുണ്ട്. വണ്ടി പോയി സർവീസ് ചെയ്തെടുത്ത് കൊടുത്തു. വണ്ടി എടുത്തിട്ട് വന്നു. രാവിലെ കൊടുത്തു, വൈകുന്നേരം എടുത്തു. ഇപ്പം പോയി വണ്ടി എടുത്തു. ആ വണ്ടി ബാക്കിലുണ്ട്. വണ്ടി മൊത്തം ക്ലീനായി. പക്ഷേങ്കിൽ മൊത്തം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സർവീസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വണ്ടിക്ക് ഇവിടെ വെൽഡിങ് ഒക്കെ ചെയ്യാൻ പറഞ്ഞിരുന്നു. അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. വേറെ കുറച്ച് തിരക്കിലായിപ്പോയി. മൊത്തം ഫുള്ള് തുരുമ്പാണ്. ഇത് ഒരു വർഷം ഒരു വർഷം അടുപ്പിച്ചിട്ട് ഇവിടെ ഒരു 3 മാസം അടുപ്പിച്ചിട്ട് കാട്ടിൽ കിടന്ന ഒരു വർഷം അങ്ങനെ ടോട്ടലി ഒരു വർഷം അങ്ങനെ അടുപ്പിച്ചിട്ട് ഇതിനകത്ത് മൂലക്ക് കിടന്ന വണ്ടിയാണ്. അതിപ്പം തിരിച്ചെടുത്ത് ഫുൾ സെറ്റായി തിരിച്ചെടുത്ത് നോക്കി. പൊന്നോ, ഏതാ ഇത് ഫുള്ള് സർവീസിനെടുത്ത് സെറ്റാക്കിയപ്പോഴത്തേനും മടിലുള്ള റിമ്മിലുള്ള മൊത്തം പെയിൻറ്റ് കളി. ഇപ്പോൾ ഇവിടെ ആദ്യം മൊത്തം മണ്ണായിരുന്നുണ്ടായിരുന്നത്. ഇപ്പം നോക്കുമ്പോൾ മണ്ണ് മാറി ഒരു കാപ്പി കളറുണ്ടായിരുന്നത്. ഇപ്പം നോക്കുമ്പോൾ വൈറ്റായി അവിടെ. ഇപ്പം മനസ്സിലാവും ഇവിടെ ഇതിനകത്തൊക്കെ അവിടെയൊക്കെ ചെളിയുണ്ട്. ഇത് മൊത്തം ഉള്ളിൽ മൊത്തം തുരുമ്പ്, ഫുൾ തുരുമ്പ്. ഇത് മൊത്തം പെയിൻറ്റ് അടിച്ച് ഇറക്കും എന്നൊക്കെയാണ് പറയണത്. എന്നോട് ചട്ടമുസര് ചോദിച്ചായിരുന്നു പെയിൻ്റ് അടിക്കുന്നതിന് എത്രയാണെന്നൊക്കെ. അടിക്കുന്നതൊക്കെ തോന്നുന്നു. വണ്ടി എടുക്കാൻ ഏകദേശം നല്ല സ്മൂത്ത് ഉണ്ട്. ഇപ്പം കൊള്ളാൻ പൊളിസാണ്. ഞാൻ എന്നെക്കൊണ്ട് അധികം കളിച്ചിട്ടില്ല. കാര്യം സർവീസ് ചെയ്ത് വന്ന സ്പോട്ടിൽ ഇത് കളിക്കാൻ ശരിയല്ല. അതുകൊണ്ട് ടയർ മൊത്തം ഇതിപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടൊന്ന് കളിച്ചെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് അത്ര മാത്രം. അത് ബ്രേക്ക് പിടിച്ച് നിരക്കിയായിരുന്നു. ഇനി ഇതിനകത്ത് കളിക്കാത്ത കളിയില്ല. ഇതിനകത്ത് ഇത് മൊത്തം അഴുക്കാണ്. ഇത് ഈ വെബ്സൈറ്റ് അതെങ്ങനെയാണുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു രൂപമാണ്. ഇതിപ്പോൾ കഴിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാവും. മൊത്തം ഇതിൻ്റെ എവിടെയൊക്കെ തുരുമ്പ് എന്നൊക്കെ അന്നേരം മനസ്സിലാവും. ഇതെന്തായാലും ഇതൊക്കെ മണ്ണാണ്. പക്ഷേങ്കിൽ പെയിൻറ്റ് 75% ഇതിൻ്റെ പെയിൻറ്റ് പോയിട്ടുണ്ട്. എവിടെയൊക്കെയോ പോയിട്ടുണ്ട്. ഇതും ഇവിടെയൊക്കെ മൊത്തം തുരുമ്പാണ്. കാണാൻ മനസ്സിലാകുന്നുണ്ടല്ലോ, മൊത്തം തുരുമ്പാണ്. ഈ വണ്ടീൻ്റെ ഫസ്റ്റത്തെ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടേച്ചേക്കാം. പിന്നെ ഇവിടത്തേക്ക് വരുവാണെങ്കിൽ വേറെന്തുവാ, വണ്ടി ഇപ്പം സെറ്റായി. ഒരു റീലൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ നടന്നില്ല. വണ്ടി അവിടെ ഷോപ്പിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അന്നേരം ആ പിണറായി ഉണ്ടായിരുന്നു. അന്നേരം ഇവിടെ ഒന്നാമതേ മറ്റേ ഗോപ്രോ ഒക്കെ ക്യാമറ അല്ല, ഈ ഹെൽമെറ്റിൽ ഈ അപ്പുറവും ക്യാമറയും ഫോണൊന്നും വെച്ചുവിടല്ല. ഒരു ഇഷ്യൂ. ഒന്നാമത് എൻ്റെ വണ്ടിക്ക് ഫൈനൊക്കെ ഉള്ളത്. ഇതിനകത്താണെങ്കിൽ പൊല്യൂഷനും ഇല്ല. അതിനാണെങ്കിൽ 10-250 രൂപ ഫൈനും ഉണ്ട്. അന്നേരം പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ പിടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ വീഡിയോ എടുത്തില്ല. ബാക്കിയൊക്കെ സെറ്റ്. അന്നേരം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇന്നത്തെ. അവിടെ വണ്ടി കൊടുത്തു ഒരു 10-11 മണി ആ ടൈമിൽ വണ്ടി കൊടുത്തു. പിന്നെ വണ്ടി എടുക്കുമ്പോൾ 4-5 മണി. ഇപ്പം ഒന്ന് എണ്ണ അടിക്കാൻ വേണം. ഇതിനകത്തും കളിച്ചിട്ട് ഇതിനകത്ത് രാവിലെ 200 രൂപയുടെ എണ്ണ അടിച്ചിട്ട് ഇപ്പോൾ അതിനകത്ത് 50 രൂപയുടെ എണ്ണ അങ്ങനെ ഉള്ളൂ. 5 ഓട്ടം ഞാൻ ഓടിയതുകൊണ്ട് അതുകൊണ്ടും അതുപോലെ തന്നെ ഇപ്പോൾ ഗാരേജിൽ 2 വണ്ടിയായി. പക്ഷേ ഈ വണ്ടി ഇപ്പോൾ ഒരു 6-6 ആകുമ്പോൾ ഈ എബ്സെറ്റ് ഇപ്പോൾ വിട പറയും. എബ്സെറ്റ് വേറെ കൊടുക്കുക. പിന്നെ ഈ വണ്ടി മാത്രമേ ഉള്ളൂ, എൻ്റെ വണ്ടി മാത്രമേ ഉള്ളൂ. ഇന്ന് ഫുൾ ടൈം എനിക്ക് ഈ വണ്ടിയും കിട്ടിയായിരുന്നു. ഏകദേശം 2 വണ്ടി ഓടിക്കാൻ ഏകദേശം കുഴപ്പമില്ല. പക്ഷേ എനിക്ക് കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ വണ്ടി ഓടിക്കുമ്പം അതിനൊരു കരാരിപ്പുണ്ട്. എഞ്ചിൻ്റെ അടിയിൽ നിന്നൊരു സൈഡിൽ നിന്നൊരു കരാരിപ്പ് വരുന്നുണ്ട്. ഈ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ കരാരിപ്പൊന്നുമില്ല, നല്ല സ്മൂത്ത് ഉണ്ട്. പക്ഷേ എങ്കിൽ ക്ലച്ച് തറ്റത്താവുള്ള ക്ലച്ച് അങ്ങ് എൻഡിലാവുള്ള ക്ലച്ച്. അതിപ്പോൾ വണ്ടി കുത്തി ഓഫ് ആവുന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ 2 വണ്ടിയിൽ നോക്കുവാണെങ്കിൽ ഓരോ ചെറിയ പ്രശ്നങ്ങളുണ്ട്. നേരം ബൈ, അടുത്ത വീഡിയോ കാണാം.